ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കരുത്. ഇത് ശരിക്കും ഗോസ്റ്റ് തന്നെയാണ്. തിന്നണ പട്ടി ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് കഴിച്ച യുവാവിന്റെ അവസ്ഥ. പഴം ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ വേണ്ട. ഞാൻ എപ്പോഴാ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിത് ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് കഴിച്ചു നോക്കി. അയ്യോ ഒടുക്ക തരുമായിരുന്നു. ഒരു കാരണവശാലും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ അവസാനം പറഞ്ഞേക്കാം. ഞാൻ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് ഞങ്ങളിത് തയ്യാറാക്കി കഴിച്ചതിന് ശേഷമാണ്. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അവസാനം വരെ കാണുക. അവസാനം ഞാൻ ഇതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടിരുന്ന് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ നൂഡിൽസാണ്, ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മളിത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിത് കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, കുറച്ച് സവോളയും. അപ്പോൾ നമ്മളിത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാം. മതിയോ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുവാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇത് തിളച്ച് നമ്മൾ മൂടി വെച്ച് തിളപ്പിക്കാൻ പോവാണ്. ആ ടൈമിൽ നമ്മുടെ ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് ഈ സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് വീണ്ടും ഒരു പാക്കറ്റ്. നമ്മൾ 1/2 കിലോയുടെ പാക്കറ്റാണ് വാങ്ങിച്ചത്. 4 പാക്കറ്റായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം. ഇതിനകത്ത് കറുത്ത സാധനമാണ്. നല്ല കറുത്ത കളറിലെ നൂഡിൽസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സംഭവം ഇങ്ങനെ കാണുന്നത്. ബാക്കിയെല്ലാവരും കണ്ടും അടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 സോസ് പോലത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. സംഭവം എന്നാ അറിയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇട്ട് ഉണ്ടാക്കി നോക്കാം. ഒരെണ്ണം ഗോസ്റ്റ് പെപ്പർ ഓയിൽ, പിന്നെ ഇതതിൻ്റെ ഇതൊന്നും എഴുതിയിട്ടില്ല, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഏതാണ്ടൊക്കെ കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനം. എന്തായാലും ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കി കൂടി പൊട്ടിച്ചിടാം. ഇടിമിന്നലൊന്നും വന്നിരുന്നു. അപ്പം ഗൈസ് അപ്പോൾ നമ്മളിത് ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ നൂഡിൽസ് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഗായ്സ് നമ്മുടെ നൂഡിൽസ് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കിട്ടിയിരിക്കുന്ന സോസൊക്കെ ഒഴിക്കാം. നല്ല കറുത്ത കളറുള്ള സോസ്. കറുത്തല്ല, ചുമന്ന് കറുത്തായത്. അവിടെ എല്ലാ സോസുകളും എരിഞ്ഞ് നാശമായില്ല. കത്ത എരിഞ്ഞ് മതിയടാ. ഇവിടെ 4 4 4 കഴിഞ്ഞ അപ്പോൾ കാശ് നമ്മളിത് സോസൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുറച്ച് നേരം കൂടി ഒന്ന് അതിൻ്റെ വെള്ളാംശമൊക്കെ ഒന്ന് വറ്റാനായിട്ട് വെക്കുവാണ്. അതിനുശേഷം നമുക്കെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്.
നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ട്രൈ ചെയ്ത് നോക്കരുത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. കുറച്ച് സോസ് വെച്ച് എന്തിന് അത് ശരി മതി. സോസ് ഒഴിക്കാനുള്ള സ്പൂൺ തമ്മ. അപ്പൊ ഞാൻ ആദ്യം തിന്നാൻ കഴിച്ചോ എങ്ങനെയുണ്ടെന്ന് പറ. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. നല്ലൊരു എടാ വേങ്ങാടാ ഞാൻ ഇതെങ്ങനെ തീർക്കുന്നത്? വായോട്ട് വെച്ചപ്പോ തന്നെ ഇത് ശരിക്കും ഗോസ്റ്റ് തന്നെയാണ്. ഇത് ഞാൻ ഒരു സ്പൂൺ എടുത്ത് വായോട്ട് വെച്ചോളൂ. വേറെ ഒരു രോഗം വരുമെന്ന് തോന്നുന്നു. ഭണ്ഡാരം കുടലൊക്കെ കത്തി പോകും. ഒരു സ്പൂൺ എടുത്ത് വെച്ചപ്പോ അത് കഴിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ എരിവ് കുത്തല് ഇഷാവാ. ഒരു തിന്നണ പട്ടി നീ പൊട്ടോന്ന് പറഞ്ഞാൽ മൊത്തം അതിൻ്റെ കൂടെ കിട്ടിയ സോസ് മുഴുവൻ രണ്ട് ടൈപ്പ് സോസ് ഉണ്ട്. അയ്യോ എരിവ് അടിച്ചിട്ട് ഇതൊക്കെ പോകുന്നു. രണ്ട് ടൈപ്പ് സോസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം സാധാ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും, ഒരെണ്ണം അതിൻ്റെ എരിവിൻ്റെ ഉള്ള സംഭവം. അങ്ങനെ 4 ഉപയോഗിച്ച് 4 കൂടെ ഉണ്ടായിരുന്നു. 4 ഉപയോഗിച്ച് എപ്പോഴേ പറഞ്ഞ 2 ഇട്ടാ ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട്? അത് വെച്ചാലും മുത്തനെ മാറിയല്ലോ. കുറച്ച് പഞ്ചസാര കൂടുതലായി. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഈ സാധനം അങ്ങനെയൊന്നും കിട്ടാനില്ല. ഞങ്ങളുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കുറേ തപ്പി നോക്കി. എരിഞ്ഞിട്ട് വായിൽ നാക്കും സ്പെല്ലിംഗ് ഒന്നും വരുന്നില്ല. നല്ല സൂപ്പർ എരിവ്. വീട്ടിൽ വെച്ച് ഞങ്ങൾ ഒരു കുപ്പി വെള്ളം തടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല എരിവും അതുപോലെ തന്നെ ഉണ്ട്. സത്യം പറയാം, എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഏറ്റവും എരിവ് കൂടുതൽ തിന്നുന്ന ഹരീഷ്മയാണ്, പക്ഷെ ഹരീഷ്മ പോലും തിന്നാൻ പറ്റുന്നില്ല. ഗോസ്റ്റ് പേപ്പർ നൂഡിൽസ് കഴിച്ച യുവാവിന്റെ അവസ്ഥ. പഴവും ബിസ്ക്കറ്റ് ആരും ട്രൈ ചെയ്യല്ലേ പൊന്നു ഉണ്ടാക്കല്ലേ. നിനക്ക് അങ്ങനെ തന്നെ വേണ്ട. ഞാൻ എപ്പോഴാ പറഞ്ഞ ഗോസ്റ്റ് പേപ്പർ നൂഡിൽസ് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ നൂഡിൽസ് ഞങ്ങൾ തയ്യാറാക്കി കഴിച്ചു. ഇതാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുതെന്നേ ഞങ്ങൾ പറയുള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം, പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ടൈം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം എരിഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു, വയറുവേദന വരെ എടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ 2 ഫ്ലേവർ, അതായത് 2 സോസ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഒരെണ്ണം ഇത് ചെറിയൊരു പാക്കറ്റിൽ, ഒരെണ്ണം അതിൻ്റെ വലിയ, ഇത് ഫ്ലേവറും ഇത് എരിവിനുള്ള സാധനമാണ്. അപ്പം ഒരു സാധാ നമ്മൾ മേടിക്കുന്ന നൂഡിൽസിൻ്റെ അതേ ഒരു സൈസിലുള്ള ഒരു പാക്കറ്റ് ഇതിൻ്റെ കൂടെ 2 ഫ്ലേവർ വരുന്നുണ്ട്. 2 പാക്കറ്റിൽ ചെറിയ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ചേർക്കരുത്, ചെറിയ പാക്കറ്റ്. അഥവാ ഇനി ചേർത്ത് നോക്കുവാണെങ്കിൽ ഒരു ഇത്തിരിയേ ചേർക്കാവുള്ളൂ. മുഴുവനായിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എരിഞ്ഞ് വയറിന് വരെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അത് ഞങ്ങളത് അവസാനം ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് വീഡിയോയിൽ. ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഈ വലിയ പാക്കറ്റിൽ വരുന്ന ഫ്ലേവറിനകത്താണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പം അത് കുഴപ്പമില്ല, എരിവ് കുറച്ചേ ചേർക്കാവുള്ളൂ. ഒരു കാരണവശാലും ഇത് മുഴുവൻ ഒഴിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കരുത്. നമ്മൾ ഇതിൻ്റെ കൂടെ മുഴുവൻ ചേർത്തിട്ട് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. സാധാരണ ഒരു വീഡിയോ എടുത്ത് ചെയ്യാനുള്ള പ്ലാനായിരുന്നു നമ്മുടെ, പക്ഷേ നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുതെന്നേ ഞാനിത് പറയുള്ളൂ. ഉണ്ടാക്കി നോക്കിയാലും ഇത് ഉപയോഗിക്കാതെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.